വെൽക്കം ടു SM അക്കാഡമി. ഇന്ന് ഈ വീഡിയോയിലൂടെ IELTS റീഡിങ്ങിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. IELTS റീഡിംഗ് സാധാരണഗതിയിൽ വായനാശീലമില്ലാത്ത കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമായിട്ടുള്ളതായിട്ടാണ് അനുഭവപ്പെടാറ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇന്ത്യയിലെ സിലബസിൽ പർട്ടിക്കുലർലി അത് CBSE-യിലായിക്കോട്ടെ ഓർ ICSE സിലബസിലായിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസിലായിക്കോട്ടെ ഏതിലുമായിക്കോട്ടെ വായനയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു പഠന രീതി നമുക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി വായിക്കാറുണ്ട്, അത് മകപ്പ് ചെയ്യാറുണ്ട്, അത് വോമിറ്റ് ഔട്ട് ചെയ്യാറുണ്ട്, എഴുതാറുണ്ട് എന്നതിലുപരി വായനാശീലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ലൈബ്രറി അവേഴ്സ് ഉണ്ട്. നമുക്ക് ലൈബ്രറി അവേഴ്സ് ആർ ദെയർ for the purpose of inducing the skills of reading, but unfortunately people do not really make use of these opportunities. This is another concern. അതവിടെ നിൽക്കട്ടെ. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം IELTS റീഡിങ്ങിനെ എങ്ങനെയാണ് നമ്മൾ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഈ വീഡിയോയിലൂടെ IELTS റീഡിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ചില ഇൻഫർമേഷനാണ് പകർന്നു തരാൻ ശ്രമിക്കുന്നത്. പർട്ടിക്കുലർലി ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 പാസേജസ് ആണ് IELTS അക്കാഡമിക് റീഡിങ്ങിലുള്ളത്. കൺവെൻഷണൽ essay പാറ്റേൺസിലുള്ള 3 പാസേജസ്. ഓരോ പാസേജിലും 970 വരെ വേർഡ്സുകൾ, 850 to 971 വേർഡ്സ് എന്നുള്ള ഒരു സ്ട്രക്ചറിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അക്കാഡമിക് IELTS വരുന്ന റീഡിംഗ് എന്ന് പറയുന്നത് ഏകദേശം 3 essayക്കും കൂടി 2700 വേർഡ്സുകൾ ഉണ്ടാവും. Per essay it is 971. നോക്കുമ്പോൾ 2700 വരെ വേർഡ്സുകൾ വരാം അക്കാഡമിക് IELTSന്റെ കേസിൽ. In general, it could be something in between 2100 to 2500. The candidates who have appeared for this exam, who have sit for this exam, and also who are undergoing training programs do already know about these things. So I'm not going to express those details, explain those details in particular over here. Understand that reading becomes a task which creates boredom. Rather, it becomes a tedious task, mainly because of our lack of interest. So there's a policy in English, or rather there's a policy in life, social life. You can say that do what you love or love what you do. നമ്മൾ ഒന്നുകിൽ ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നത് ചെയ്യുക. You need to apply this technique in order to excel in your reading part session of IELTS examination. Let me come back to my main point in this video. In reading, you have 3 passages. 1, 2, and 3. First one is difficult. Second one it is very difficult, and third one it is most difficult. I don't actually plan for bringing fear in the candidates, but rather I would say first one is a little difficult, next one it is a little more, and the last one it is more than that the other 2. It is arranged in the increasing order of difficulty. First one contains 971 words, second one 971, and third one also 971 approximately, I mean. And in the case of general 2, altogether in the 3 essays it could be between 2100 to 2500. അതുകൊണ്ട് തന്നെ നമുക്കറിയണം അതെങ്ങനെയാണ് ഈ റീഡിങ്ങിനെ സമർത്ഥമായിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളത്. അതിനെ കുറിച്ചിട്ടാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഇൻ റീഡിംഗ് IELTSന്റെ റീഡിങ്ങിൽ നമുക്ക് ചില കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്. ഒന്ന്, ജനറൽ ഇൻഫർമേഷൻ. തന്നിരിക്കുന്ന ടെക്സ്റ്റ് വായിച്ചിട്ട് ജനറൽ ഇൻഫർമേഷൻ നമ്മൾക്ക് ഡെഡ്യൂസ് ചെയ്യാൻ പറ്റണം. സെക്കൻഡ് വൺ ഇറ്റ് ഈസ് specific information, and third one it is particular claims and arguments. ക്ലെയിംസും ആർഗ്യുമെന്റ്സും ഓരോ പാരഗ്രാഫിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റണം. ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ജനറൽ ആയിട്ട് ആ പാസേജ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കണം. ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ്ലി ഓരോ പാരഗ്രാഫിന്റെയും മെയിൻ തീമും സപ്പോർട്ടിംഗ് തീംസും സപ്പോർട്ടിംഗ് ഐഡിയാസും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇത് നമുക്ക് പറ്റാതെ വരുമ്പോഴാണ് essays become difficult. അതുകൊണ്ട് അതിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത്.
പക്ഷേ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം കൂടി പ്രത്യേകിച്ച് മലയാളികൾ അറിയേണ്ടത്, ഒരു ആവറേജ് ഇംഗ്ലീഷ് നേറ്റീവ്, ഐ മീൻ ഇംഗ്ലണ്ടിൽ ജനിച്ച ഒരു വ്യക്തി, മെജോറിറ്റി ഓഫ് ദ ഇംഗ്ലീഷുകാർ, ഭൂരിഭാഗം വരുന്ന ഇംഗ്ലീഷുകാരും ഒരു മിനിറ്റിൽ ഏകദേശം 800 വേർഡ്സുകൾ ഒരു ആവറേജിൽ വായിക്കും. ഒരു മിനിറ്റിൽ അവർ 800 വാക്കുകൾ വായിക്കും. ഏറ്റവും ചുരുങ്ങിയ പക്ഷം 450-500 വേർഡ്സ് ഒരു മിനിറ്റിൽ, which we call as words per minute. So 500 words per minute, ഇതാണ് അവരുടെ ഒരു ആവറേജ് റീഡിംഗ് സ്പീഡ് എന്ന് പറയുന്നത്. ആലോചിക്കുക, ഒരു IELTS എസ്സേയിൽ 971 വേർഡ്സ് മാത്രമേ ഉള്ളൂ. ഒരു ആവറേജ് ബ്രിട്ടീഷ് നാഷണലിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു മിനിറ്റിൽ 500 അതല്ലെങ്കിൽ 800 വരെ വേർഡ്സുകൾ വായിക്കും. On an average, on a base level, they would definitely read 500 words. അപ്പോൾ ഒരു 971 എസ്സേ വായിക്കാൻ അവർക്ക് 1.5 മിനിറ്റ് മാത്രമേ സമയം വേണ്ടൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേ റീഡിംഗ് സ്പീഡ് മലയാളികളായിട്ടുള്ള നമുക്ക് മലയാളം വായിക്കുമ്പോഴുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം, ഒരു മിനിറ്റിൽ നാം വായിക്കുന്ന ഇംഗ്ലീഷ് വേർഡ്സുകളുടെ എണ്ണം ഓൾമോസ്റ്റ് മാക്സിമം കൂടി കഴിഞ്ഞാൽ 200 വേർഡ്സ് ആയിരിക്കും. ഒരു ബ്രിട്ടീഷുകാരൻ ഒരു മിനിറ്റിൽ 500 വേർഡ്സ് വായിക്കുമ്പോൾ നാം വായിക്കുന്നത് ഒരു മിനിറ്റിൽ 200, പലപ്പോഴും മെജോറിറ്റി 200 പോലും എത്താറില്ല, 140, 150 എന്നുള്ള റേഞ്ചിലായിരിക്കും. അപ്പോൾ ബ്രിട്ടീഷുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു എസ്സേ വായിക്കാൻ വേണ്ടി 1.5 മിനിറ്റ്, മാക്സിമം 2 മിനിറ്റ് മാത്രമേ വേണ്ടൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എസ്സേ വായിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 5 or 6 ഒരു പക്ഷേ അതിൽ കൂടി കഴിഞ്ഞാൽ റീഡിംഗ് സ്പീഡ് താരതമ്യേന വളരെ കുറഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം 10 മിനിറ്റ് കൂട്ടി വരും അത് മൊത്തത്തിലൊന്ന് വായിക്കാൻ. സോ ഇംഗ്ലീഷ് സിസ്റ്റം അനുസരിച്ചിട്ടാണ് ഈ എസ്സേസ് ഒക്കെ തയ്യാറാക്കിയിട്ടുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ നമ്മുടെ റീഡിംഗ് സ്പീഡ് വർദ്ധിപ്പിക്കാതെ യാതൊരു നിർവാഹമില്ല. ഇനിയിപ്പോൾ റീഡിംഗ് സ്പീഡ് വർദ്ധിപ്പിച്ചാലുള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റില്ല. സ്പീഡായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും, പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് റീഡിംഗ് സ്പീഡ് ഇല്ല എങ്കിൽ നമുക്ക് ഉത്തരം എഴുതുക ബുദ്ധിമുട്ടാണ്. ഇനി റീഡിംഗ് സ്പീഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വേഗത്തിൽ വായിച്ചത് കൊണ്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. കാരണം വേഗത്തിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വായിക്കുന്നത് എന്താണ് എന്ന് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ റീഡിംഗ് സ്പീഡ് വർദ്ധിപ്പിച്ച് കോംപ്രിഹെൻഡ് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ നമുക്ക് ടൈം കിട്ടിയെന്ന് വരില്ല. സോ there are 3 main problems. The first problem is lack of reading speed. Second one is lack of comprehension, and the third one is time management. ഇതാണ് റീഡിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. Lack of reading speed. നമുക്ക് റേറ്റ് ഓഫ് റീഡിംഗ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേർഡ്സ് പെർ മിനിറ്റ് ഇറ്റ്സ് വെരി വെരി ലെസ്. വി നീഡ് ടു ഇൻക്രീസ് ദാറ്റ് വൺ. അതുകൊണ്ട് തന്നെ റീഡിംഗ് സ്പീഡ് ഇൻക്രീസ് ചെയ്യണം. സെക്കൻഡ് വൺ ഇറ്റ് ഈസ് ലാക്ക് ഓഫ് പ്രോപ്പർ കോംപ്രിഹെൻഷൻ. മനസ്സിലാക്കാൻ പറ്റണം. നമുക്ക് വായനയിൽ വേഗത കൂടിയത് കൊണ്ട് കാര്യമില്ല, മനസ്സിലാക്കാൻ പറ്റണം. ആൻഡ് ദ തേർഡ് വൺ ഇറ്റ് ഈസ് ടൈം മാനേജ്മെന്റ്. Obviously no other factors would rather be highly important than that of time management. 1 hour മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ critical management of the time is highly essential and extremely required. So ഈ 3 കാര്യങ്ങളെ അഡ്രസ് ചെയ്യാൻ സാധിച്ചാൽ obviously that candidate can score 40 out of 40 and 9 out of 9, and that could become really a wonderful score. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ ഡീൽ ചെയ്യേണ്ടത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ്. ഒന്ന്, നമുക്ക് റീഡിംഗ് സ്കിൽസ് എന്താണെന്ന് നമുക്കറിയാം. റീഡിംഗ് സ്കിൽസ് എന്ന് പറയുമ്പോൾ 4 തരത്തിലുള്ള റീഡിംഗ് സ്കിൽസ് ആണ് യൂണിവേഴ്സലി in every language. It is not really confined or limited to English. In every language we have 4 basic reading skills. First one it is skim. Next one it is scan. Third one it is extensive reading, and fourth one it is intensive reading. ഇത് റീഡിംഗ് സ്കിൽസ് ആയിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം, ഇന്റർപ്രറ്റ് ചെയ്യാം, അല്ലെങ്കിൽ for different types of reading ആയിട്ട് പറയാം. Let me consider it as a skill. What do you mean by skimming? Reading very fast and reading only the content words in the given text. What are the content words? Noun, verb, adjective and adverb. ഈ 4 കാര്യങ്ങൾ മാത്രം വായിച്ച് preposition, conjunction, interjection and auxiliary verbs അതൊക്കെ ലീവ് ചെയ്തിട്ട് മെയിൻ ആയിട്ടുള്ള വേർഡ്സ് വായിക്കുക. കോണ്ടന്റ് വേർഡ്സ് എന്ന് പറയും noun, verb, adverb and adjective, and leave the remaining such as interjection,
preposition, conjunction, pronouns and auxiliary verbs. അങ്ങനെ കോണ്ടന്റ് വേർഡിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജനറൽ ഇൻഫർമേഷൻ, ആ തന്നിരിക്കുന്ന പാസേജിനെ കുറിച്ചിട്ടുള്ള ജനറൽ ഇൻഫർമേഷൻ gather ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, skimming. Skimming is the process of obtaining general idea about the given text. And the next one is scanning. Scanning means we check for a specific keyword or a key idea or a key sentence. You can even say particularly you are checking for a particular information. Specific information നിങ്ങൾ search ചെയ്യുന്നതിനാണ് നമ്മൾ scanning എന്ന് പറയുന്നത്. As you scan your body for finding out a particular disease and its causes, in the same way, you scan a particular word or a particular idea. അതിനെയാണ് നമ്മൾ scanning എന്ന് പറയുന്നത്. Right. And the third one, it is an extensive reading. Extensive reading is the type of reading which you really apply while you read novels and fictions. എൻജോയ് ചെയ്ത് വായിക്കുന്നതിനാണ് നമ്മൾ എക്സ്റ്റെൻസീവ് റീഡിംഗ് എന്ന് പറയുന്നത്. പലപ്പോഴും IELTSലെ ജനറലായിക്കോട്ടെ, അക്കാഡമിക്കിലായിക്കോട്ടെ, IELTSലായിക്കോട്ടെ, ജനറൽ IELTSലായിക്കോട്ടെ, ഈ എക്സ്റ്റെൻസീവ് റീഡിങ്ങിന് അത്രത്തോളം പ്രാധാന്യമില്ല. ബിക്കോസ് we do not really read it for entertainment or enjoyment, rather we read it for our academic purposes, when we need to exactly point and spot out the words which are required, the answers which are required. And the next one is intensive reading. Intensive reading is highly important in IELTS. Intensive reading means we read a particular area for a definite answer or a specific information. Factual information വേണ്ടിയിട്ട് particular ആയിട്ട് വളരെ intensive ആയിട്ട് in-depth reading-നെയാണ് നമ്മൾ intensive reading എന്ന് പറയുന്നത്. So we need to know how to skim, how to scan, how to apply intensive reading techniques. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. Second one is another one which is very very important, which you should know what are the different types of questions. നമുക്കറിയാം IELTS റീഡിംഗിൽ നമുക്ക് 14 or maybe 1 to 12, even 14 different types of questions are there. 10-14 questions ഉണ്ട്. For example, I say sentence completion. Second one, it is multiple choice question. Third one, it is true false. Yes, true false not given. And fourth one, it is yes no not given. Then you have summary completion. Then you have match the following. You have pick from the list. You have classification. You have match the heading. Then you have you see global multiple choice, short answer questions, sentence completion with box, without box, and summary completion without box. There are several different types of questions there. You need to know the approach of each and every question. ഒരു ക്വസ്റ്റ്യനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യനെയും എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള സ്ട്രാറ്റജീസ് നമ്മൾ സ്വായത്തമാക്കിയാൽ മാത്രമേ നമുക്ക് സക്സസ്ഫുള്ളി റീഡിങ്ങിനെ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. SN അക്കാഡമിയുടെ ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻ വൈസ് അപ്രോച്ച്, ഓരോ ക്വസ്റ്റ്യനെയും എങ്ങനെ നേരിടാം. How can we face each and every question? Secondly, how can we develop our reading speed? Thirdly, and finally, how can we score 40 out of 40? I don't mean something below 40. I just don't want you people to dream something like 38, 37, 39. I would always mean to get 40 out of 40. I assure you, rather we assure you, different strategies and tricks and tips which you can rather follow in order to get a successful score. Thank you very much. See you next time in the next video.